പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അഡ്വക്കേറ്റ് ശ്രീ അരുൺ കുരുവത്ത് വേണുഗോപാൽ സാറാണ്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഡൽഹി ഗവൺമെൻറ്. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയായ കുരുവത്ത് വീട്ടിൽ ശ്രീ KU വേണുഗോപാൽ സാറിൻ്റെയും ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭയുടെ മാതൃവേദി വൈസ് പ്രസിഡന്റായ ശ്രീമതി വസന്തകുമാരി വേണുഗോപാലിൻ്റെയും മകനും തികഞ്ഞ ശ്രീനാരായണ ഗുരുഭക്തനും ഡൽഹി ഗവൺമെൻറ്റിൽ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനാകുന്ന ആദ്യത്തെ മലയാളിയുമായ നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് ശ്രീ അരുൺ കുരുവത്ത് വേണുഗോപാൽ സാറിനെ വേദിയിലേക്ക് വിനയപുരസ്സരം, സ്നേഹപുരസ്സരം ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വിശിഷ്ടാതിഥികൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി അഡ്വക്കേറ്റ് ശ്രീ അരുൺ കുരുവത്ത് വേണുഗോപാൽ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. കയ്യടികളോടെ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാനപ്പെട്ട ഡൽഹി SNDP യൂണിയൻ മെഹ്റോളി ശാഖയുടെ പ്രസിഡൻറ്റ്, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുനിൽ TG അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുവാനായിട്ട് എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥി ഡോക്ടർ ശിവപ്രസാദ് അവറുകൾ, വേദിയിലിരിക്കുന്ന മെഹ്റോളി SNDP ശാഖയുടെ ഭാരവാഹികൾ, ഡൽഹി SNDP യൂണിയൻ്റെ ഭാരവാഹികൾ, ഇവിടെ കൂടിയിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ ഭക്തരെ, ഒരുപക്ഷെ സമയം 12:30 കഴിഞ്ഞതുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇവിടെ പ്രഭാഷണം നടത്താനായിട്ട് ഒരുപാട് പേരും ആശംസ അർപ്പിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വിശിഷ്ട വ്യക്തികളുള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. ഒരുപക്ഷെ ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 170ാമത് ജയന്തി ദിനം അല്ലെങ്കിൽ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും 3500 കിലോമീറ്റർ അകലെ ചെമ്പഴന്തി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ, ഇന്ന് ആ ഗുരുവിൻ്റെ ദർശനങ്ങൾ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഗുരുദേവ ഭക്തർ വളരെ ഭക്തിയോടെ കൊണ്ടാടുന്ന ഒരവസരമാണ്. അപ്പോൾ ഗുരുദേവൻ ജനിച്ചിട്ട് വെറും 170 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എന്നാലും ഗുരുദേവൻ്റെ ദർശനം ഇന്ന് ലോകമെമ്പാടും പ്രചരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കിപ്പോഴും വലിയ സംശയമാണ്. ഗുരു ആരാണ്? ഗുരു ഒരു നവോത്ഥാന നായകനാണോ? ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണോ? അങ്ങനെ പല പല സംശയങ്ങൾ ശ്രീനാരായണ ഗുരുദേവ ഭക്തരായ നമുക്കുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ് ഇവിടുത്തെ സാഹിത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ജീവചരിത്രം അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, മറ്റു ഭാഷകളിലൊക്കെയുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങളൊക്കെ, ഇവിടുത്തെ സാഹിത്യ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ചില പുസ്തകങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ച്. കാരണം എല്ലാ പുസ്തകങ്ങളിലും ഗുരുദേവൻ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അല്ലെങ്കിൽ ഒരു നവോത്ഥാന നായകനാണ് എന്നാണ് ഗുരുദേവനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ സത്യത്തിൽ ഗുരുദേവൻ ഒരു നവോത്ഥാന നായകൻ മാത്രമായിരുന്നു. നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ചെറിയ ഭാവം മാത്രമാണ്. അതുകൊണ്ട് ഗുരുവിനെ ഒരു നവോത്ഥാന നായകനാക്കി മാത്രം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഗുരുദേവൻ്റെ ദർശനത്തെക്കുറിച്ചോ ആ ഗുരുവിൻ്റെ ആ അവതാര രൂപത്തെക്കുറിച്ചോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗുരുദേവ ഭക്തരെങ്കിലും പറയണം, ശ്രീനാരായണ ഗുരുദേവൻ ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അപ്പോൾ ആരെയാണ് നാം കാലഘട്ടത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്?
എപ്പോഴെപ്പോൾ ധർമ്മം നശിക്കുന്നുവോ, എപ്പോഴെപ്പോൾ അധർമ്മം തലപൊക്കുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ ജനിക്കുന്നു എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പരിവർത്തന ദശയിൽ സമൂഹം പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് മോചനമാർഗം കാണിക്കുവാൻ കാലഘട്ടങ്ങൾക്ക് കഴിയാറുണ്ട്. ഭഗവാൻ കൃഷ്ണനും യേശുദേവനും മുഹമ്മദ് നബിയുമൊക്കെ ഇങ്ങനെ കാലഘട്ടങ്ങളുടെ സൃഷ്ടികളായിരുന്നു. ശ്രീനാരായണ ഗുരുദേവനും കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അപ്പോൾ ഗുരുദേവൻ ജനിച്ച ആ കാലഘട്ടം എന്തായിരുന്നു? ഭാരതീയ സമൂഹത്തിൽ ജാതിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇഴുകിച്ചേർന്ന് ഭാരതീയ സമൂഹം ഒരു അന്ധകാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ചെമ്പഴന്തിയിൽ ജന്മമെടുക്കുന്നത്. അന്ധമായ വിശ്വാസങ്ങളെയും അപരിഷ്കൃതങ്ങളായ ജീവിത രീതികളെയും വലിച്ചെറിയുവാൻ ഗുരുദേവൻ ആഹ്വാനം ചെയ്തു. അതിനുവേണ്ടി ഗുരുദേവൻ ഒരു ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന് തന്നെ രൂപം കൊടുത്തു. അപ്പോൾ ശരിയാണ്, ഗുരുദേവൻ ഒരു വലിയ ദേശീയ നവോത്ഥാന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. റിനൈസൻസ് മൂവ്മെൻ്റ് എന്നൊക്കെ നമ്മൾ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഈ ലോകം കണ്ട, ഈ ഭാരതം കണ്ട, ഈ കേരളം കണ്ട ഏറ്റവും വലിയ നവോത്ഥാന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. എന്നാൽ നമ്മൾ ഗുരുവിനെ മനസ്സിലാക്കേണ്ടത് ഒരു നവോത്ഥാന നായകനായിട്ടല്ല. കാരണം ഇവിടെ നേരത്തെ പ്രസംഗം പറഞ്ഞ ആ ചേച്ചി ഇവിടെ പറയുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവൻ്റെ അരിവുപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച്. അപ്പോൾ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഗുരുദേവൻ ഒരു അവധൂത കാലഘട്ടത്തിന് ശേഷമാണ് ഗുരുദേവൻ ഈ പറഞ്ഞ പോലെ മരുത്വാമലയിൽ തപസ്സനുഷ്ഠിക്കുന്നത്. അപ്പോൾ അവധൂത കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ അവതാര പുരുഷന്മാരുടെ ജീവിതത്തിലും ഇതുപോലൊരു അവധൂത കാലഘട്ടം ഉണ്ടായിരിക്കും. ആ അവധൂത കാലഘട്ടത്തിന് ശേഷം അവർ തപസ് ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവനും ഇതുപോലെ മരുത്വാമലയിൽ കൊടും തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കൊടും തപസ്സിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവന് ആത്മസാക്ഷാത്കാരം കിട്ടുന്നു. ആ ആത്മസാക്ഷാത്കാരം കിട്ടിയതിന് ശേഷമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഇവിടെയാണ് നാം മറ്റ് ഋഷിവര്യന്മാരിൽ നിന്നും ശ്രീനാരായണ ഗുരുദേവനെ വ്യത്യസ്തനായി കാണേണ്ടത്. കാരണം ഈ ഋഷിവര്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അവരിങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ അവർ പിന്നെ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കില്ല. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ദൈവമായി മാറുന്ന ആൾക്കാരാണ്. കാരണം അവർ ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരുന്നു, അവർ ആത്മസാക്ഷാത്കാരം നേടുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന് മരുത്വാമലയിലെ കഠിന തപസ്സിന് ശേഷം ആത്മസാക്ഷാത്കാരം കിട്ടുന്നു. എന്നാൽ ഈ ആത്മസാക്ഷാത്കാരം ലഭിച്ച ശ്രീനാരായണ ഗുരുദേവനെ പിന്നെ നമ്മൾ കാണുന്നത് ഈ ജനസമൂഹത്തിലാണ്. അതായത് തനിക്ക് കിട്ടിയ ആ ആത്മസാക്ഷാത്കാരം ഈ ജനസമൂഹത്തിന് വേണ്ടി ബലി കൊടുത്ത മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെയാണ് പല ചരിത്രകാരന്മാരും ഗുരുദേവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് താൻ ജീവിച്ച കാലഘട്ടത്തിലെയും തനിക്ക് ശേഷമുള്ള കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ സാമൂഹ്യവാദിയായി, ഏറ്റവും വലിയ ആത്മീയവാദിയായി, ഏറ്റവും വലിയ പ്രായോഗികവാദിയായി, ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗറായി, ഏറ്റവും വലിയ ദാർശനികനായി, സാമൂഹിക ചലനങ്ങളിൽ ഇടപെടുന്ന ശക്തിയായി, സാമൂഹ്യ പരിഷ്കർത്താവായി, നവോത്ഥാന നായകനായി, വിദ്യാഭ്യാസ വിചീക്ഷണനായി, ലോകമറിയപ്പെടുന്ന കവിയായി ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെ മാറി എന്നുള്ളതാണ്. ഒരുപക്ഷേ നിർവചനങ്ങളിൽ ഈ ലോകത്തിലെ ഒരു നിർവചനത്തിനും നിർവചിക്കാൻ പറ്റാത്ത അവതാര പുരുഷനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ഗുരുദേവനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഗുരുദേവൻ നമുക്ക് നൽകിയ ദർശനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൾക്കാഴ്ചയാണ്, ഉണർവാണ്. ഏകാഗിയായി വനസ്ഥലികളിൽ തപസ്സു ചെയ്യുന്ന ഒരു ഋഷിക്ക് കിട്ടുന്ന അപൂർവ അനുഭവമാണ് ദർശനമെന്ന് പറയുന്നത്. അപ്പോൾ മഹാഗുരുവും ഇതുപോലൊരു ദർശനം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദർശനമാണ് അദ്വൈത മനുഷ്യ ദർശനം. അതായത് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ്റെ കർമ്മവും ധർമ്മവും എന്താണ്, ഇതെല്ലാമാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് മാനവികതയെക്കുറിച്ച്, മനുഷ്യത്വത്തെക്കുറിച്ചാണ് ഗുരുദേവൻ എല്ലായിടത്തും സംസാരിച്ചത്. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ
മനുഷ്യനുണ്ടാവേണ്ട ഗുണങ്ങൾ എന്താണ്, ഇതാണ് ഗുരുദേവൻ്റെ ദർശനത്തിലൂടെ പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ഗുരുദേവൻ എല്ലാ മനുഷ്യരോടും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യ നീ വെറുതെ അഹങ്കരിക്കരുത്. കാരണം നിന്റെ ജീവിതം വളരെ തുച്ഛമായ വർഷങ്ങളുടെ ആയുസ്സുമായി ഈ ഭൂമിയിൽ വന്നെത്തുന്ന മനുഷ്യൻ പക്ഷേ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഭൗതിക സുഖങ്ങളുടെ ഈ ആനന്ദങ്ങളുടെ നടുവിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ദൈവത്തിനെയൊക്കെ വിട്ട് നമ്മൾ ഈ ആനന്ദ സുഖങ്ങളിൽ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഗുരു ശിവശതകത്തിൽ ഗുരു പറയുന്നുണ്ട്, ജനകനും അമ്മയും ആത്മസഖിയും പ്രിയജനവും അടുത്തയൽവാസികളും ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും വിനാ തനിയെ ഇരുപ്പതിനെ തരമായി വരൂ. അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും ആത്മസഖിയുമൊക്കെ നിങ്ങളെ വിട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ തനിച്ചാണ് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ മഹാഗുരു, അതായത് മനുഷ്യന് വേണ്ട, ഇപ്പോൾ ഗുരുവിൻ്റെ അനുകമ്പാദശകത്തിലും ഗുരു പറയുന്നുണ്ട്, മനുഷ്യന് വേണ്ട വികാരം എന്ന് പറയുന്നത് അനുകമ്പയാണ്. അടുത്തുള്ള മനുഷ്യനോട്, കൂടെ ജീവിക്കുന്ന സഹജീവികളോട് നമുക്ക് അനുകമ്പയുണ്ടാവണം. ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലും ഗുരു പറയുന്നത് എന്താണ്, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയ കർമ്മം അവനു വേണ്ടി മാത്രം. അതായത് ഈ സമൂഹത്തെ ഗുരു രണ്ട് രീതിയിലാണ് പറയുന്നത്, കൃപണനും കൃപാലും. മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സഹായം കൊടുക്കുന്ന ആളെയാണ് ഗുരു കൃപാലു എന്ന് പറയുന്നത്. ആ ആത്മോപദേശ ശതകത്തിൽ അത് കഴിഞ്ഞിട്ട് ഗുരു പറയാണ്, അവൻ ഇവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. അതായത് എല്ലാവരിലെയും കുടികൊള്ളുന്നത് ആത്മസ്വരൂപത്തിൻ്റെ ഓരോ അംശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ല, നമ്മൾ മറ്റുള്ളവരും ഞാനും നിങ്ങളും ഒന്നാണെന്നുള്ള ഭാവം. ഇതാണ് ഗുരുവിൻ്റെ അദ്വൈത ദർശനം എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഗുരുവിൻ്റെ ഈ ദർശനത്തെക്കുറിച്ച് മാത്രമല്ല ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി, ഏറ്റവും വലിയ ദർശനം നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്വൈത മനുഷ്യ ദർശനം ഈ ലോകത്തിന് സംഭാവന ചെയ്ത മഹാഋഷിവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ ഈ ആത്മീയവാദം പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവകാരിയും ഏറ്റവും വലിയ പ്രായോഗികവാദിയും ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. അതായത് ശിവശതകത്തിൽ ഗുരു പറഞ്ഞു, ജനകനും അമ്മയും ആത്മസഖിയും പ്രിയജനവും അടുത്തയൽവാസികളും ജനനമെടുത്തു പിരിഞ്ഞിടുമെപ്പോഴും വിനാ തനിയെ ഇരുപ്പതിനെ തരമായി വരൂ എന്ന് പറഞ്ഞ മഹാഗുരുദേവൻ. ശിവപ്രസാദ പഞ്ചകത്തിൽ ഗുരു പറയുന്നുണ്ട്, മക്കൾ അനർത്ഥകരം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. പക്ഷേ ഈ പറഞ്ഞ ഗുരുദേവൻ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ. അതായത് ഗുരുദേവൻ്റെ ശിവഗിരി തീർത്ഥാടനത്തിൽ ഗുരുദേവൻ കൊടുത്ത ആ സന്ദേശം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുദേവൻ ഈ ശിവഗിരി തീർത്ഥാടനം തുടങ്ങിയപ്പോൾ ഗുരുദേവൻ ഒരു സന്ദേശം നൽകി ഈ ജനങ്ങളോട്. അതായത് എന്തിനു വേണ്ടിയാണ് ഈ ശിവഗിരി തീർത്ഥാടനം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആദ്യത്തെ ദിവസം നിങ്ങൾ രാമായണം പഠിക്കുക, രണ്ടാമത്തെ ദിവസം നിങ്ങൾ മഹാഭാരതം പഠിക്കുക, മൂന്നാമത്തെ ദിവസം നിങ്ങൾ ഭഗവത്ഗീത പഠിക്കുക എന്നല്ല ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. മഹാഗുരുവായ ശ്രീനാരായണൻ പറഞ്ഞത്, ഈ തീർത്ഥാടനം എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷ്യം വിദ്യാഭ്യാസം. അതായത് ഒരു സമൂഹം നന്നാവണമെങ്കിൽ, ഒരു സമുദായം നന്നാവണമെങ്കിൽ അവിടെ വിദ്യ കൊടുക്കണമെന്ന് മഹാഗുരുവിന് അറിയാമായിരുന്നു. നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഋഷിവര്യനും ഒരിക്കലും പറയാത്ത, അതായത് ഒരു ഋഷിവര്യനും ഒരിക്കൽ പോലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ നടന്ന മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഞാനിവിടെ ഈ പെൺകുട്ടികൾക്ക് വിദ്യ കൊടുക്കണമെന്ന് പറഞ്ഞ മഹാഗുരുവിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അതായത് ഈ ഈ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ ഹോസ്റ്റൽ ആരംഭിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പലരും ചിലപ്പോൾ വിശ്വസിക്കില്ല. ഒരു പക്ഷേ വനിതകളെ പഠിപ്പിക്കണം, പെൺകുട്ടികളെ പഠിപ്പിക്കണം, അങ്ങനെ പഠിച്ചു വളരുന്ന സ്ത്രീകൾ പഠിച്ചു വളരുന്ന ഒരു കുടുംബത്തിൽ മാത്രമേ ഉന്നമനമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ മഹാഗുരുദേവൻ.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അതായത് ഞാനിവിടെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് തീസസാരി കോടതിയിലായിരുന്നു. അപ്പോൾ ആ കോടതിയിൽ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ട് 5-6 പോലീസുകാരെൻ്റെ കോടതിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ പെൺകുട്ടിയുടെ മുഖത്ത് ആരൊക്കെയോ അടിച്ചിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് നിന്ന് ചോര പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോകാനായി ആ പെൺകുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ മകൾക്ക് സംഭവിച്ചത്, ആരാണ് നിങ്ങളുടെ മകളെ ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ പിതാവ് എന്നോട് പറഞ്ഞൊരു കഥയുണ്ട്. സാർ, ഞങ്ങൾ ജാർഖണ്ഡിലെ ഒരു കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് 7 പെൺമക്കളാണ്. ഈ 7 പെൺമക്കളെയും അവർ ഇങ്ങനെ ഡൽഹിയിലെ പല പല കുടുംബങ്ങളിൽ ഞങ്ങൾ വീട്ടുപണിക്ക് വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ വെറും 12 വയസ്സുള്ള ഈ പെൺകുട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീട്ടുപണിക്ക് വിടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, ഞങ്ങളൊരു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലെ പെൺകുട്ടികൾ പഠിക്കാറില്ല. 8-10 വയസ്സ് കഴിയുമ്പോൾ അവരെ ഞങ്ങൾ ഇങ്ങനെയുള്ള സിറ്റികളിൽ ജോലിക്ക് വിടും. അവർ കൊണ്ടുവരുന്ന വളരെ തുച്ഛമായ ആ പണം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ അതിശയിച്ചു പോയി. അതുപോലെ വന്നൊരു പെൺകുട്ടി, ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് വന്ന ആ പെൺകുട്ടിയുടെ ആ അവസ്ഥ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്തിരുന്ന അവിടുത്തെ അവരുടെ മുതലാളിമാർ ആ കുട്ടിയെ മർദ്ദിക്കുകയും അങ്ങനെ ഒരു സന്നദ്ധ സംഘടന ആ കുട്ടിയെ എൻ്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നതാണ്. സത്യത്തിൽ ആ കുട്ടി ആ കോടതിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ സമുദായം ഇന്ന് എത്രയോ ഉയരങ്ങളിലേക്ക് പോയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ പഠിക്കുന്നു, അവർ വലിയ വലിയ ഉയരങ്ങളിലെത്തുന്നു. അതിനൊക്കെയുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഇടയിൽ ഒരു ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചു എന്നുള്ളതാണ്. ഇന്നും മറ്റു സമൂഹത്തിലെ ഈ കേരളത്തിൽ നിന്നൊന്ന് പുറത്തു പോയി നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇന്നും അവിടുത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. അതിനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഒരു ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മഹാഗുരുവിനെ, അതായത് നമ്മൾക്ക് വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും മാത്രമല്ല താൻ കാലങ്ങളായി ആർജിച്ചെടുത്ത തൻ്റെ ആത്മതപസ്സു കൂടി ബലി ചെയ്ത ആ മഹാഗുരുദേവനെ എല്ലാവരും ദൈവമായി മനസ്സിൽ കണ്ട് ആരാധിക്കുക. ഗുരുസ്തവത്തിൽ കുമാരനാശാൻ പറയുന്നത് പോലെ അന്യർക്കു വേണ്ടി തൻ്റെ ആയുസ്സും വപുസ്സും ധന്യത്വമുടങ്ങ് ആത്മതപസ്സും ബലി ചെയ്ത മഹാഗുരുദേവനെ എല്ലാവരും ദൈവമായി മനസ്സിൽ കണ്ട് ആരാധിക്കുക. ആ ദർശനങ്ങളെ നമിച്ചുകൊണ്ട് സംതൃപ്തമായൊരു കുടുംബജീവിതവും സംതൃപ്തമായൊരു സാംസ്കാരിക ജീവിതവും കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഈ മൈഹ്റോളി ശാഖ നടത്തുന്ന ഈ 170ാമത് ഗുരുദേവ ജയന്തി ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി സാർ, ഒരുപാട്.